ഹായ് ആൾ, വെൽക്കം ടു K2CSE. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആൽഫ ബീറ്റ പ്രൂണിംഗ് അൽഗോരിതം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലനേഷൻ എങ്ങനെ നോക്കാമെന്നുള്ളതാണ്. സോ ഇവിടെ ഒരു ട്രീ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്, ഫസ്റ്റത്തേതിന് നമ്മൾ എന്തെന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു, മാക്സിമൈസർ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു. രണ്ടാമത്തേത് മിനിമൈസർ, വീണ്ടും മാക്സിമൈസർ, പിന്നെ മാക്സിമൈസർ ആ രീതിക്ക് പോകും. സോ നമ്മൾ മാക്സിമൈസർ, മാക്സിമൈസർ ഇത് ലാസ്റ്റത്തെ ടെർമിനൽ നോഡ്. ഇനി നമ്മൾ ആൽഫ ബീറ്റ പ്രൂണിംഗ് അൽഗോരിതത്തിൽ പുതിയതായിട്ട് പഠിച്ച കാര്യം എന്താണ്, മാക്സിമൈസറിൽ അസോസിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എപ്പോഴും ആൽഫ ആയിരിക്കും. അതെന്ന് പറയുന്നത് -ഇൻഫിനിറ്റി വാല്യൂ ആണ്. മിനിമൈസറിലെന്ന് പറയുമ്പോൾ ബീറ്റ ആയിരിക്കും, അതെന്ന് പറയുന്നത് +ഇൻഫിനിറ്റി വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, ആൽഫയാണ്, അത് -ഇൻഫിനിറ്റി വാല്യൂ. പിന്നെ ഞാനിവിടെ പറഞ്ഞു ഇത് ബാക്ക് ട്രാക്കിംഗ് ആണ് പെർഫോം ചെയ്യുന്നതെന്ന്. ബാക്ക് ട്രാക്കിംഗ് കാണിക്കാനായിട്ട് നമ്മൾ തുടങ്ങേണ്ട ഈ ലെഫ്റ്റ് നോഡിൽ നിന്ന് എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡിലുള്ളതിൽ നിന്ന് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ടെത്തി ദെൻ ഇവിടെ എത്തണം. ആ രീതിയിൽ വേണം പോകാം. അതിന് ശേഷം മാത്രമേ നമ്മൾ റൈറ്റ് സൈഡിൽ പോകാവൂ, എന്നാലേ ബാക്ക് ട്രാക്കിംഗ് നമുക്ക് കാണിക്കാൻ പറ്റൂ. സോ ഈ വാല്യൂസ് എന്തൊക്കെയാണ്, 2ഉം 3ഉം ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മാക്സിമൈസർ ലെവലാണ് ഡി. അപ്പോൾ ഡിയുടെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, ഡിയുടെ വാല്യൂ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ എളുപ്പ വഴിയിൽ പറഞ്ഞുതരാം. 2ഉം 3ഉം ഇതിൽ മാക്സിമം വാല്യൂ ആരാണ്, 3 ആണ് മാക്സിമം വാല്യൂ. സോ ഈ 2ൻ്റെ നോഡ് നമുക്ക് പ്രൂൺ ചെയ്ത് കളയാം, മീൻസ് ആ ഒരു എഡ്ജ് നമുക്ക് പ്രൂൺ ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ എത്ര വാല്യൂ സെറ്റ് ചെയ്യും, 3 എന്ന് പറയുന്ന വാല്യൂ സെറ്റ് ചെയ്യും. ഇനി ഇയിൽ നോക്കുകയാണെങ്കിൽ 5ഉം ഉണ്ട് 9ഉം ഉണ്ട്. അപ്പോൾ എന്ന് പറയുന്ന മാക്സിമൈസർ ആണ്. സോ ഇവിടെ മാക്സിമം വാല്യൂ ഏതാണ്, 9 ആണ്. സോ ഈ 5 എന്ന് പറയുന്ന സാധനം നമുക്ക് പ്രൂൺ ചെയ്ത് കളയാം. സോ ഇവിടെ എന്ത് വരും, 9 വരും. ഇനി ബി എന്ന് പറയുന്ന മിനിമൈസർ വാല്യൂ ആണ്. അപ്പോൾ 3ഉം 9ഉം ഉണ്ട്. ഇതിൽ മിനിമം വാല്യൂ ഏതാണ്, 3 ആണ്. സോ ഈ 9 എന്ന് പറയുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യണം, പ്രൂൺ ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ 3 എന്നും പറഞ്ഞ് സെറ്റ് ചെയ്യാം. ഓക്കെ, എയിലെത്തുന്നതിന് മുന്നേ ഇതേ സംഭവം നമുക്കിവിടെ റിപ്പീറ്റ് ചെയ്യണം. സോ എഫ് എന്ന് പറയുന്നത് മാക്സിമൈസർ ആണ്. അപ്പം എഫിൽ വരുന്ന വാല്യൂസ് 0ഉം 1ഉം ഉണ്ട്. അപ്പോൾ ഇതിൽ മാക്സിമം വാല്യൂ 1 ആണ്. സോ 0യുടെ എഡ്ജ് പ്രൂൺ ചെയ്തിട്ട് ഇവിടെ 1 എന്ന് സെറ്റ് ചെയ്യാം. ഇനി ജെ എന്ന് പറയുന്നത് മാക്സിമൈസർ വാല്യൂ ആണ്. 7ഉം ഉണ്ട് 5ഉം ഉണ്ട്. ഇതിൽ മാക്സിമം വാല്യൂ ആരാ, 7 ആണ് മാക്സിമം വാല്യൂ. സോ 5ൻ്റെ എഡ്ജിന് നമുക്ക് പ്രൂൺ ചെയ്തിട്ട് ഇവിടെ 7 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യാം. ഇനി സി എന്ന് പറയുന്ന മിനിമൈസർ ആണ്. സോ മിനിമം വാല്യൂ എടുക്കണം. എഫ് ആണോ ജി ആണോ മിനിമം വാല്യൂ, എഫിലെ 1 ആണ് മിനിമം വാല്യൂ. സോ ഈ 7നെ നമുക്ക് പ്രൂൺ ചെയ്തിട്ട് ഇവിടെ 1 എന്ന് പറഞ്ഞ് എടുക്കാം. ഇനി നോക്കിക്കേ, എയിൽ വന്നിട്ട് എന്താ, എ മാക്സിമൈസർ ആണ്. അപ്പോൾ 3 ആണോ 1 ആണോ മാക്സിമം വാല്യൂ, 3 ആണ് മാക്സിമം വാല്യൂ. സോ 1ൻ്റെ എഡ്ജിനെ പ്രൂൺ ചെയ്തിട്ട് നമുക്കിവിടെ 3 എന്ന് സെലക്ട് ചെയ്യാം. സോ നമുക്ക് ഏതൊക്കെ എഡ്ജ് വഴി ഇപ്പം ലാസ്റ്റ് എത്തി, എയിൽ നിന്ന് നമുക്ക് ബിയിലോട്ടേ പോകാൻ പറ്റത്തുള്ളൂ, കാര്യം സി പ്രൂൺ ചെയ്ത് കഴിഞ്ഞു. ബിയിൽ നിന്ന് ഡിയിലോട്ടേ പോകാൻ പറ്റത്തുള്ളൂ, ഇ എന്ന് പറയുന്നത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞു. ഇനി ഡിയിൽ നിന്ന് നമുക്ക് ഐയിലോട്ടേ പോകാൻ പറ്റത്തുള്ളൂ, കാര്യം എച്ച് പ്രൂൺ ചെയ്ത് കഴിഞ്ഞു. സോ പാത്ത് എന്ത് വരും, റിക്വയർഡ് പാത്ത് എന്താ വരുന്നത്, എയിൽ നിന്ന് ബിയിൽ നിന്ന് ഡിയിൽ നിന്ന് ഐ. അപ്പോൾ ഫൈനൽ ഫിഗർ എങ്ങനെ വരും, എയിൽ നിന്ന് ബിയിൽ നിന്ന് ഡിയിൽ നിന്ന് എങ്ങോട്ടേക്ക് പോയി, ഐയിലോട്ട് പോയി. അപ്പോൾ ആ വലിയ ട്രീനെ പ്രൂൺ ചെയ്ത് ഈ കുഞ്ഞു ട്രീ ആക്കി മാറ്റി. ഇപ്പം കോംപ്ലിസിറ്റി കുറഞ്ഞു, കുറച്ച് സ്പീഡേ എടുക്കത്തുള്ളൂ, അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. മറ്റേതിൻ്റെ ലിമിറ്റേഷൻസിനെയൊക്കെ ഓവർകം ചെയ്തു.